നിങ്ങൾക്കറിയാമോ, ഉത്തരേന്ത്യയിലെ ഒഡീഷയിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. അതെ, നിങ്ങൾ കേട്ടത് സത്യമാണ്. 400 വർഷത്തിലേറെയായി ദളിത് സമുദായത്തിൽ നിന്നുള്ള വിവാഹിതരായ സ്ത്രീകൾ മാത്രമാണ് ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അവിശ്വസനീയമായി തോന്നാം. കാരണം പൊതുവെ ഇന്ത്യൻ ക്ഷേത്രങ്ങളിൽ പുരോഹിത സ്ഥാനങ്ങളിൽ പുരുഷന്മാരാണ് കൂടുതലെന്നും ദളിത് വിഭാഗക്കാർക്ക് പലപ്പോഴും പ്രവേശനം പോലും ഇല്ലെന്നും നാം കേൾക്കാറുണ്ട്. എന്നാൽ മാ പഞ്ചുബരാഹി ക്ഷേത്രം ഈ കീഴ്വഴക്കങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ച ഒരു പിടി സ്ത്രീകളുടെ ധീരമായ തീരുമാനങ്ങളുടെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ്. അടുത്തിടെ ഈ ക്ഷേത്രത്തിന്റെ 400 വർഷത്തെ ചരിത്രത്തിൽ ഒരു അസാധാരണമായ സംഭവം നടന്നിരുന്നു. അതെന്താണെന്നല്ലേ, നമുക്ക് ഈ അത്ഭുത കഥയിലേക്ക് പോകാം. ഈ ക്ഷേത്രം വെറുമൊരു ആരാധനാലയം മാത്രമല്ല, സാമൂഹിക സമത്വത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഒരു നേർചിത്രം കൂടിയാണ്. ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനമായ ഒഡീഷയിലെ കേന്ദ്രപാര ജില്ലയിലെ സതബയ ഗ്രാമത്തിലാണ് മാ പഞ്ചുബരാഹി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം അതിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കൊണ്ടും ഈ അതുല്യമായ ക്ഷേത്രം കൊണ്ടും പ്രശസ്തമാണ്. ഈ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി സാമൂഹിക സമത്വത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും ഉത്തമ ഉദാഹരണം കൂടിയാണ്. ഇവിടെ കഴിഞ്ഞ 400 വർഷങ്ങളായി പൂജകളും ആചാരങ്ങളും ഒക്കെ നടത്തിയിരുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ട വിവാഹിതരായ സ്ത്രീകൾ മാത്രമാണ്. പുരുഷന്മാർക്ക് ഈ ക്ഷേത്രത്തിനകത്ത് പ്രവേശനം കർശനമായി നിഷിദ്ധമായിരുന്നു. ഇവിടെ 5 ദളിത് പൂജാരിമാരാണ് മാ പഞ്ചുബരാഹിയുടെ നിത്യകർമ്മങ്ങൾ നിർവഹിച്ചിരുന്നത്. ഗ്രാമവാസികൾ ഈ സ്ത്രീകളെ അതീവ ഭക്തിയോടും ആദരവോടും കൂടി കാണുന്നു. മാ പഞ്ചുബരാഹി ക്ഷേത്രത്തെ ഈ പ്രദേശത്തെ ഏറ്റവും ദിവ്യമായ ശക്തി കേന്ദ്രമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. നിത്യേനയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ, പൂജാകർമ്മങ്ങൾ, മറ്റ് അനുഷ്ഠാനങ്ങൾ എന്നിവയെല്ലാം നിർവഹിച്ചിരുന്നത് ഈ സ്ത്രീകളാണ്. ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പിന് ഒരു പുരുഷന്റെയും സഹായം നൂറ്റാണ്ടുകളായി അവർ തേടിയിരുന്നില്ല എന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഈ അസാധാരണമായ ആചാരത്തിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. നമുക്കിനി ആ കഥയിലേക്ക് പോകാം. ദേവന്മാരുടെ സ്നാന ചടങ്ങുകൾ നടക്കുന്നതിനിടെ പാപം ചെയ്ത ഒരു പുരോഹിതൻ ശാപം കിട്ടി കല്ലായി മാറിയത്രേ. ഈ ദുരിതത്തിൽ നിന്നും മുക്തി നേടാനായി ദേവന്മാർ പ്രദേശത്തെ രാജാവിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും സബർ സമുദായത്തിലെ, അതായത് ഒരു ആദിവാസി വിഭാഗം ആണ് ഈ സബർ എന്ന് പറയുന്നത്, ഈ സമുദായത്തിലെ സ്ത്രീകളെ ദേവിയുടെ പൂജകൾക്കായി നിയോഗിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അന്നു മുതൽ ഈ ആദിവാസി സമൂഹത്തിലെ സ്ത്രീകൾ ഭക്തിയോടെ ദേവിയുടെ നിത്യചടങ്ങുകൾ നടത്തി വരുന്നു എന്നാണ് നൂറ്റാണ്ടുകളായി കൈമാറി വരുന്ന വിശ്വാസം. ഇത് ജാതി വ്യവസ്ഥ കർശനമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ആദിവാസി വിഭാഗത്തിലെ സ്ത്രീകളെ ക്ഷേത്ര കാര്യങ്ങളുടെ പൂർണ്ണ ചുമതല ഏൽപ്പിക്കുക എന്നത് വിപ്ലവകരമായ ഒരു തീരുമാനമായിരുന്നു. ഭൗമകർ രാജവംശത്തിന്റെ കാലത്താണ് ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കാലക്രമേണ ബംഗാൾ ഉൾക്കടലിന്റെ നിരന്തരമായ കടൽക്ഷോഭ ഭീഷണി ഈ ക്ഷേത്രത്തിനും സദ്ബയ ഗ്രാമത്തിനും വലിയ വെല്ലുവിളിയായി മാറി. തീരദേശ ശോഷണം കാരണം ഗ്രാമം പതിയെ കടലെടുക്കാൻ തുടങ്ങി. ഒടുവിൽ 2018 ഗ്രാമവാസികൾക്കും ക്ഷേത്രത്തിനും ഭീഷണി ഉയർത്തി കടൽ കൂടുതൽ അടുത്ത് വന്നപ്പോൾ ക്ഷേത്രം സതബയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയുള്ള ബാഗപതിയ പുനരധിവാസ കോളനിയിലേക്ക് മാറ്റി. ഒടുവിൽ 2018 ഗ്രാമവാസികൾക്കും ക്ഷേത്രത്തിനും ഭീഷണി ഉയർത്തി കടൽ കൂടുതൽ അടുത്ത് വന്നപ്പോൾ ക്ഷേത്രം സതബയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയുള്ള ബാഗപതിയ പുനരധിവാസ കോളനിയിലേക്ക് മാറ്റി സ്ഥാപിക്കാനായി തീരുമാനിച്ചു. ഇതൊരു നിർബന്ധിത തീരുമാനമായിരുന്നു. കാരണം ക്ഷേത്രത്തെയും അവിടുത്തെ പുണ്യ വിഗ്രഹങ്ങളെയും സംരക്ഷിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ദീർഘകാല വിശ്വാസം സംരക്ഷിക്കാനുള്ള ഒരു വലിയ ദൗത്യമായിരുന്നു അത്. ക്ഷേത്രം മാറ്റി സ്ഥാപിക്കാനുള്ള ഈ ശ്രമമാണ് മാ പഞ്ചുബരാഹി ക്ഷേത്രത്തിന്റെ 400 വർഷത്തെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചത്. അതായത് പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്ത ആചാരം അവിടെ ലംഘിക്കപ്പെട്ടു. അതെ, ക്ഷേത്രം മാറ്റി സ്ഥാപിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് പുരുഷന്മാർക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശനം നൽകേണ്ടി വന്നു. ഇത് കേൾക്കുമ്പോൾ ഗ്രാമത്തിൽ വലിയ എതിർപ്പോ പ്രക്ഷോഭങ്ങളോ ഉണ്ടായോ എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, അങ്ങനെ ഒരു എതിർപ്പേ ഉണ്ടായില്ല. ഇതിന് പിന്നിൽ ഒരു വലിയ കാരണമുണ്ടായിരുന്നു. അതായത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സതബയ ഗ്രാമം കടൽ തീരത്തോട് വളരെ അടുത്താണ്. വർഷങ്ങളായി തുടരുന്ന കടൽക്ഷോഭം കാരണം ഗ്രാമവാസികൾക്ക് ജീവനും സ്വത്തിനും നിരന്തരമായ ഭീഷണി നേരിടേണ്ടി വന്നിരുന്നു. ഗ്രാമവാസികൾക്ക് അവരുടെ വീടുകളും കൃഷിഭൂമികളും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന് ക്ഷേത്രം കടലെടുക്കും എന്നൊരവസ്ഥയിലെത്തി. ഒഡീഷയിലെ ദുരന്ത നിവാരണ വകുപ്പ് മുന്നറിയിപ്പും നൽകി. എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ മാറ്റി സ്ഥാപിച്ചിട്ടില്ല എങ്കിൽ അവ എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാമെന്ന്. കടലിന്റെ രോഷം അത്ര വലുതായിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഒരു വലിയ വെല്ലുവിളി
വെല്ലുവിളി ഉയർന്നു വന്നത്. ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹങ്ങൾക്ക് ഓരോന്നിനും ഏകദേശം 1.5 ടൺ വരെ ഭാരമുണ്ടായിരുന്നു. പൂജാരിമാരായ സ്ത്രീകൾക്ക് മാത്രം ഈ ഭീമാകാരമായ വിഗ്രഹങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നത് അസാധ്യമായിരുന്നു. എന്നാൽ അതേസമയം തന്നെ തങ്ങളുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ആചാരം തെറ്റിക്കാൻ അവർക്ക് മനസ്സൊന്നുമില്ലായിരുന്നു. പക്ഷേ അവരുടെ ദൈവങ്ങളെയും ക്ഷേത്രത്തെയും സംരക്ഷിക്കാൻ അവർക്ക് മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സന്ദർഭത്തിൽ ആചാരങ്ങളെക്കാൾ വലുത് ദൈവത്തെ സംരക്ഷിക്കുക എന്ന ചിന്തയിലേക്ക് അവർ എത്തിച്ചേർന്നു. അങ്ങനെ ഗ്രാമത്തിലെ ഏകദേശം 1000-ഓളം വരുന്ന എല്ലാ ആളുകളുടെയും സമ്മതം ശേഖരിച്ചതിന് ശേഷം ക്ഷേത്ര ഭാരവാഹികളും പൂജാരിമാരും ഒരു പ്രത്യേക പൂജയ്ക്കൊക്കെ ശേഷം അടിയന്തര സാഹചര്യത്തിൽ പുരുഷന്മാരെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചു. ഇത് സ്ഥിരമായ പ്രവേശനമായിരുന്നില്ല, മറിച്ച് വിഗ്രഹങ്ങൾ സുരക്ഷിതമായി പുതിയ സ്ഥലത്തേക്ക് മാറ്റുന്നതിനുള്ള ഒരു താൽക്കാലിക ക്രമീകരണം മാത്രമായിരുന്നു. പുരുഷന്മാരുടെ സഹായത്തോടെയാണ് ഈ ഭീമാകാരമായ വിഗ്രഹങ്ങൾ പഴയ ക്ഷേത്രത്തിൽ നിന്ന് പുതിയ ക്ഷേത്രത്തിലേക്ക് ദിവസങ്ങൾ എടുത്തുകൊണ്ട് മാറ്റിയത്. ഈ പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം മാ പഞ്ചുബരാഹി ക്ഷേത്രം ബാഗപതിയിലെ പുതിയ പുനരധിവാസ കോളനിയിൽ പുനഃസ്ഥാപിക്കപ്പെട്ടു. ഈ സംഭവം മാ പഞ്ചുബരാഹി ക്ഷേത്രത്തിന്റെ അതുല്യമായ ചരിത്രത്തെയും ഒപ്പം ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികളെയും എങ്ങനെയാണ് ഒരു സമൂഹം നേരിടുന്നത് എന്നതിനെയും അടയാളപ്പെടുത്തുകയാണ്. വിഗ്രഹങ്ങൾ പുതിയ സ്ഥലത്ത് സ്ഥാപിച്ചതിന് ശേഷം പഴയ നിയമങ്ങൾ അതേപടി പാലിച്ചുകൊണ്ട് പുരുഷന്മാർക്ക് പ്രവേശനം വിലക്കുന്നത് തുടർന്നു. അതായത് അടിയന്തര സാഹചര്യത്തിൽ മാത്രമാണ് ഈ ആചാരത്തിൽ ഇളവ് വരുത്തിയത്. ഈ ക്ഷേത്രത്തിന്റെ കഥ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ദളിത് സമുദായത്തിൽ നിന്നുള്ള സ്ത്രീകളെ പൂജാരിമാരാക്കിയതിലൂടെ മാ പഞ്ചുബരാഹി ക്ഷേത്രം കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കുകയായിരുന്നു. അവർ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെയും ലിംഗപരമായ വേർതിരിവുകളെയും ചോദ്യം ചെയ്തു. ഒരുപക്ഷെ ഇത്തരം ആചാരങ്ങൾ സാധാരണമാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് ആരാധനയുടെയും ആത്മീയതയുടെയും നേതൃത്വം നൽകാനുള്ള അവകാശം ലഭിച്ചു. ഇത് കേവലം ഒരു ക്ഷേത്രത്തിന്റെ കഥ മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെയും ധീരതയുടെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവിന്റെയും കഥ കൂടിയാണ്. മാ പഞ്ചുബരാഹി ക്ഷേത്രത്തിന്റെ സ്ഥാപകർ യഥാർത്ഥത്തിൽ ഒഴുക്കിനെതിരെ നീന്തിയവരാണെന്നും നമുക്ക് പറയാം. സാമൂഹിക വ്യവസ്ഥിതികളെയും അന്ധവിശ്വാസങ്ങളെയും അവർ ചോദ്യം ചെയ്തു. സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും ദളിത് സ്ത്രീകൾക്ക് സമൂഹത്തിൽ അർഹമായ സ്ഥാനം നേടിക്കൊടുത്തു. അവരുടെ വിശ്വാസവും ആചാരങ്ങളും കാലത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നില്ലേ? മാ പഞ്ചുബരാഹി ക്ഷേത്രം പോലെ തന്നെ ലിംഗഭേദമോ ജാതിയോ നോക്കാതെ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന ചില ക്ഷേത്രങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഇനിയും ഉണ്ട്. അവയിൽ ചിലതിനെ കുറിച്ച് പറയാം. ഒന്നാമത് ചക്കുളത്തുകാവ് ദേവി ക്ഷേത്രമാണ്. ഇവിടെ നാരീ പൂജ എന്ന പേരിൽ സ്ത്രീകളെ ദേവിയായി കണ്ട് പൂജ ചെയ്യുന്ന ഒരു ആചാരമുണ്ട്. നിങ്ങൾക്കറിയുമായിരിക്കും. സ്ത്രീകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്ന ക്ഷേത്രമാണിത്. അടുത്തത് മാതാ മന്ദിർ, ഗോഹർ, ഹിമാചൽ പ്രദേശ്. ഈ ക്ഷേത്രത്തിൽ സ്ത്രീകളെ മാത്രമേ പൂജാരിമാരായി നിയമിക്കാറുള്ളൂ. ഇത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു ഉദാഹരണമാണ്. അടുത്തത് ബ്രാഹ്മണി മാതാ ക്ഷേത്രം, ബാർമർ, രാജസ്ഥാൻ. ഈ ക്ഷേത്രത്തിലും സ്ത്രീകളാണ് പ്രധാന പൂജാരിമാർ. പ്രാദേശിക ആചാരങ്ങളിൽ സ്ത്രീകൾക്ക് ഉയർന്ന സ്ഥാനം നൽകുന്നു. അടുത്തത് മാ ദുർഗാ ക്ഷേത്രം, അസം. അസാമിലെ ചില ശക്തി പീഠങ്ങളിൽ സ്ത്രീകൾക്ക് പൂജാകർമ്മങ്ങളിൽ പ്രധാന പങ്കുണ്ട്. ചിലയിടങ്ങളിൽ അവരാണ് പ്രധാന പൂജാരിമാർ വരെ. ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ കാലങ്ങൾക്ക് മുമ്പേ സാമൂഹിക ചിന്തകളിൽ ഈ ക്ഷേത്രങ്ങളെല്ലാം കാലങ്ങൾക്ക് മുമ്പേ സാമൂഹിക ചിന്തകളിൽ മാറ്റം വരുത്തിയവരാണ്. മാ പഞ്ചുബരാഹി ക്ഷേത്രം നമ്മെ ഓർമ്മിക്കുന്നത് യഥാർത്ഥ ഭക്തിയും വിശ്വാസവും മനുഷ്യനിർമ്മിത അതിർവരമ്പുകൾക്ക് അതീതമാണെന്നാണ്. ഇത് കേവലം ഒരു ചരിത്രപാഠം മാത്രമല്ല, വർത്തമാനകാലത്ത് നാം പിന്തുടരേണ്ട ഒരു മാതൃക കൂടിയാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? ഒരുപാട് മുന്നോട്ട് ചിന്തിച്ച ഈ ക്ഷേത്രങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ. അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തുവരെ നന്ദി.